Hello guys, welcome to our channel Civil Lecture. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അഡ്വാൻസ്ഡ് സർവേയിങ്ങിലെ EDM എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സർവേയിങ്ങിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് 3 മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ DDM, സെക്കൻഡ് വൺ ODM, തേർഡ് വൺ EDM. DDM എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണ്. നമ്മൾ സാധാരണ ചെയിനും ടേപ്പൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന സർവേനെയാണ് DDM എന്ന് പറയുക. അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്നുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ട് ടെറൈൻസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ODM, ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. അത് നമ്മൾ ടാക്യോമീറ്റർ വെച്ച് ചെയ്യുന്ന സർവേ, അതായത് ടാക്യോമെട്രിയാണ് അതിൽ വരുന്നത്. അതിൻ്റെ റേഞ്ച് 100 to 150 മീറ്ററാണ്. അതിന് ആക്യുറസി വരുന്നത് 1 in 1000 to 1 in 10,000 ആണ്. തേർഡ് വണ്ണാണ് EDM, ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്. ഇവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള വേവ്സാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസാണ് ജിയോഡിമീറ്റർ, ടെലിറോമീറ്റർ, ഡിസ്റ്റോമാറ്റ്. അതിൻ്റെ റേഞ്ച് വരുന്നത് അപ് ടു 100 കിലോമീറ്ററാണ്. ഏറ്റവും ലോങ് റേഞ്ചിൽ വരുന്നതാണ് EDM. ദെൻ അതിൻ്റെ ആക്യുറസി 1 in 10⁵ ആണ് അതിൻ്റെ ആക്യുറസി വരുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് EDM ആർ ഒബ്റ്റെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡാഷ്. അതായത് എന്തിൻ്റെ ബേസിസിലാണ് EDM ഇൻസ്ട്രുമെൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ്. EDM ഇൻസ്ട്രുമെൻസിൽ വേവ്സാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വിവിധ തരത്തിലുള്ള വേവ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ EDM ഇൻസ്ട്രുമെൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് വണ്ണാണ് മൈക്രോവേവ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിന് എക്സാമ്പിൾ ടെലിറോമീറ്റർ. നെക്സ്റ്റ് വൺ വിസിബിൾ ലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിന് എക്സാമ്പിൾ ജിയോഡിമീറ്റർ. ദെൻ ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിന് എക്സാമ്പിളാണ് ഡിസ്റ്റോമാറ്റ്. അതായത് മൈക്രോവേവ്സും വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, ഈ 3 ടൈപ്പ് വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ EDM ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 3 വേവ്സിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്നതാണ് കരിയർ വേവ്സ് എന്ന്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ വേവ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് EDM ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ കരിയർ വേവ്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് EDM ഇൻസ്ട്രുമെൻറ്റ്സ് ഈസ് ഹാവിങ് മോർ റേഞ്ച്. ഏറ്റവും അധികം റേഞ്ചുള്ള EDM ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മൈക്രോവേവ് ഇൻസ്ട്രുമെൻറ്റ്, വിസിബിൾ ലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റ്. അതിൽ മൈക്രോവേവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നതാണ് ലോങ് റേഞ്ച് ഇൻസ്ട്രുമെൻറ്റ്. ഏറ്റവും കൂടുതൽ റേഞ്ചിൽ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈക്രോവേവ് ഇൻസ്ട്രുമെൻറ്റ്. അതിൻ്റെ റേഞ്ച് വരുന്നത് അപ് ടു 100 കിലോമീറ്ററാണ്. അതിൽ വേവ് ഫ്രീക്വൻസി 3 to 30 GHz. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ടെലിറോമീറ്ററാണ്. ദെൻ വിസിബിൾ ലൈറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് മീഡിയം റേഞ്ച് ഇൻസ്ട്രുമെൻറ്റ് എന്നാണ് പറയുക നമ്മൾ. അതിൻ്റെ റേഞ്ച് 25 കിലോമീറ്റർ വരെയുള്ളത് അതിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫ്രീക്വൻസി 5 into 10⁻14 Hz ആണ്. അതിൽ വരുന്നത് ജിയോഡിമീറ്ററാണ് അതിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റ്. അത് ഷോർട്ട് റേഞ്ച് ഇൻസ്ട്രുമെൻ്റ് ആണ്. ലെസ് ദാൻ 3 കിലോമീറ്ററിനേക്കാളും കുറവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക. അതിൻ്റെ ഫ്രീക്വൻസി 3 into 10⁻14 Hz ആണ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുക ഡിസ്റ്റോമീറ്ററാണ്. നെക്സ്റ്റ് വൺ, ഹൗ മെനി ടൈപ്പ് ഓഫ് EDM ആർ ദർ ബേസ്ഡ് ഓൺ റിഫ്ലക്റ്റഡ് ടൈപ്പ്. റിഫ്ലക്റ്ററിൻ്റെ ടൈപ്സ് അനുസരിച്ചിട്ട് EDMസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നാണ്. ഫസ്റ്റ് അതിൻ്റെ പ്രോസസ്സ് നോക്കാം. ഇങ്ങനെയാണ് EDM ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. EDM ഇൻസ്ട്രുമെൻറ്റ്സിൽ നിന്നിട്ട് നമ്മൾ ഒരു വേവിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ് ഒരു റിഫ്ലക്ടറിൽ ചെന്ന് തട്ടിയിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവിനെ EDM ഇൻസ്ട്രുമെൻറ്റ് റിസീവ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് EDM ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നത്.
അപ്പോൾ ഈ റിഫ്ലക്ടർ നമ്മൾ യൂസ് ചെയ്യുന്ന റിഫ്ലക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരം ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ റിഫ്ലക്ടർ ആക്റ്റീവ് റിഫ്ലക്ടറാണ്. അതായത് ആക്റ്റീവ് റിഫ്ലക്ടർ യൂസ് ചെയ്യുന്ന EDM ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ടെലിറോമീറ്റർ. ഈ ആക്റ്റീവ് റിഫ്ലക്ടർ യൂസ് ചെയ്യാനായിട്ട് പവർ ആവശ്യമുണ്ട്. ഇലക്ട്രിക് പവർ യൂസ് ചെയ്തിട്ടാണ് ആക്റ്റീവ് റിഫ്ലക്ടർ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് പാസീവ് റിഫ്ലക്ടർ. പാസീവ് റിഫ്ലക്ടറിൽ പവർ അല്ല, അതിന് പകരം പ്രിസമാണ് യൂസ് ചെയ്യുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് ജിയോഡിമീറ്റർ, ഡിസ്റ്റോമാറ്റ്. ഇതിലൊക്കെ പ്രിസം റിഫ്ലക്ടറാണ് യൂസ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് പാസീവ് റിഫ്ലക്ടർ EDMs. ദെൻ തേർഡ് വൺ വരുന്നതാണ് നോ റിഫ്ലക്ടർ. റിഫ്ലക്ടർ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന EDMs ഉണ്ട്. അതാണ് നോ റിഫ്ലക്ടർ. അപ്പോൾ റിഫ്ലക്ടർ ടൈപ്പിൽ 3 ക്ലാസിഫിക്കേഷനാണുള്ളത്: ആക്റ്റീവ് റിഫ്ലക്ടർ, പാസീവ് റിഫ്ലക്ടർ ആൻഡ് നോ റിഫ്ലക്ടർ. അപ്പം ആൻസർ വരുന്നത് ആൻസർ A 3 ആണ്. ഓപ്ഷൻ A 3 ആണ് ആൻസർ വരുന്നത്. ഫോർത്ത് വൺ, ദ ഡിസ്റ്റൻസ് ഇൻ EDM ഈസ് മെഷേർഡ് ബൈ ഡാഷ്. EDMലെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. Distance is determined by measuring the phase difference between the transmitted and reflected signals. നമ്മൾ EDMൽ നിന്ന് ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്തു, അതൊരു റിഫ്ലക്ടറിൽ തട്ടി അതിനെ റിഫ്ലക്റ്റ് ചെയ്തു. ആ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു EDMൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ്സിന് പലതരത്തിലുള്ള ലോസസ് സംഭവിച്ചിട്ടാണ് അത് റിഫ്ലക്ടറിൽ എത്തുന്നത്. അതായത് അവിടെ അതിന് സ്കാറ്ററിങ് സംഭവിക്കും, ഫാഡിങ് സംഭവിക്കും, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ലോസസ് അതിന് സംഭവിക്കും, ഇൻ്റർഫറൻസ് സംഭവിക്കും. അതിനുശേഷം അത് നമ്മുടെ റിഫ്ലക്ടറിലേക്ക് എത്തുന്ന വേവ്സ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴും ദ സെയിം ലോസസ് അവിടെ സംഭവിക്കും. അതിനുശേഷമാണ് നമ്മുടെ EDMലോട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടെ 2 ഫേസുകൾ തമ്മിലൊരു ഒരു ഡിഫറൻസ് വരും. നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവ്സും റിസീവ് ചെയ്യുന്ന വേവ്സും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ആ ഡിഫറൻസിനെയാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയാം. ഇത് ട്രാൻസ്മിറ്റ് ചെയ്തതും റിഫ്ലക്റ്റ് ചെയ്ത സിഗ്നലുകളും തമ്മിലുള്ള ഫേസ് ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കൗണ്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ആൻഡ് അൺകംപ്ലീറ്റഡ് വേവ് ഇൻ ഈസ് മെഷേർഡ്. അതാണ് ഫസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് കൗണ്ട് ചെയ്യുന്നത്. നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ആൻഡ് അൺകംപ്ലീറ്റഡ് വേവ്സിൻ്റെ നമ്പറാണ് കൗണ്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ EDMൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു, എന്നിട്ട് അത് റിഫ്ലക്ടറിൽ തട്ടിയിട്ട് തിരിച്ച് കിട്ടി. അപ്പോൾ അത് കംപ്ലീറ്റഡ് വേവാണ്. ഇനി EDMൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അതിന് ഇടയിൽ വെച്ചിട്ട് അത് ലോസായിപ്പോയി, എന്തെങ്കിലും സ്കാറ്ററിങ് സംഭവിച്ചു പോയി, തിരിച്ച് കിട്ടാത്ത വേവ്സിനെയാണ് നമ്മൾ അൺകംപ്ലീറ്റഡ് വേവ്സ് എന്ന് പറയാം. ഇവരുടെ തമ്മിലുള്ള ഒരു ഫേസ് ഡിഫറൻസ് ഫസ്റ്റ് മെഷർ ചെയ്യും. പിന്നെ വേവ് ലെങ്ത്ത്, നമ്മൾ കൊടുക്കുന്ന വേവിൻ്റെ വേവ് ലെങ്ത്ത് ഓൾറെഡി അറിയാം. ഈ 2 പാരാമീറ്റേഴ്സും വെച്ചിട്ടാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഫൈ ഇൻറ്റു λ/360. ഈ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നതാണ് ഫേസ് ഡിഫറൻസ് ഓഫ് വേവ് ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ്. ട്രാൻസ്മിറ്റ് ചെയ്തതും റിസീവ് ചെയ്ത വേവ്സിൻ്റെ ഇടയിലുള്ള ഫേസ് ഡിഫറൻസാണ് ഡെൽറ്റ ഫൈ. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്ത്. ഇനി ഈ ഫേസ് ഡിഫറൻസ് ഓഫ് വേവ് എക്സ്പ്രസ് ചെയ്യുന്നത് ഫ്രാക്ഷൻ ഓഫ് സൈക്കിൾസ് ആയിട്ടാണ്. ഫ്രാക്ഷൻ ഓഫ് സൈക്കിൾസിലാണ് ഫേസ് ഡിഫറൻസ് എക്സ്പ്രസ് ചെയ്യുക. അതിനുശേഷം അത് യൂണിറ്റ്സ് ഓഫ് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മുടെ വേവിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാം. നമ്മുടെ വേവിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്കറിയാവുന്ന ഒരു പാരാമീറ്ററാണ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി വെച്ചിട്ട് ഫ്രാക്ഷൻ ഓഫ് സൈക്കിളിൽ നിന്ന് അതിനെ യൂണിറ്റ്സ് ഓഫ് ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓൾറെഡി ഫസ്റ്റ് തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്യുന്നത് ഫേസ് ഡിഫറൻസിനെ ഫ്രാക്ഷൻ ഓഫ് സൈക്കിൾസ് ആയിട്ടാണ് EDM ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്യുക. ആ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കാം. പിന്നെ അവിടെ നടക്കുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് തന്നെ നമ്മുടെ EDM ഇൻസ്ട്രുമെൻറ്റ്സ് വേവ്സിനെ ജനറേറ്റ് ചെയ്തു. ജനറേഷനാണ് ഫസ്റ്റ് ഫങ്ഷൻ. ഈ ജനറേറ്റ് ചെയ്ത വേവ്സിനെ ഇൻസ്ട്രുമെൻറ്റ് മോഡുലേറ്റ് ചെയ്യും. മോഡുലേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കത് വിശദമായിട്ട് പറയാം. ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക.
മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവ്സിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ഈ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്തിയിട്ട് വേവ്സിനെ കുറച്ച് സ്ട്രെങ്തനാക്കി മാറ്റുന്ന പ്രോസസ്സാണ് മോഡുലേഷൻ. അപ്പോൾ ജനറേറ്റ് ചെയ്ത വേവ്സിനെ മോഡുലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് ട്രാൻസ്മിറ്റ് ചെയ്തു. ഈ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തു പോയിട്ട് റിഫ്ലക്ടറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തു. ദെൻ നമ്മുടെ EDM ഇൻസ്ട്രുമെൻറ്റ്സ് റിസീവ് ചെയ്തു, റിസെപ്ഷൻ. ദെൻ ഈ റിസീവ് ചെയ്ത വേവ്സിനെ ഡീമോഡുലേറ്റ് ചെയ്യണം. ഇവിടെ മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതിനെ ഡീമോഡുലേറ്റ് ചെയ്ത് പിന്നെ EDM ഇൻസ്ട്രുമെൻറ്റ് ഡിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് EDM ഇൻസ്ട്രുമെൻറ്റ്സ് നടക്കുന്ന ഫങ്ഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.